ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ്. നമുക്കിത് പുഡിങ്ങായി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് സൈഡ് കട്ട് ചെയ്ത് 4ആയി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 4 ടീസ്പൂൺ നെയ്യ്, 1/4 ഗ്ലാസ് പാല്, 1 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ഗ്ലാസ് ഫ്രഷ് ക്രീം, ഒരു 6 ബദാം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റൗവിൽ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഓരോന്നായി വെച്ച് കൊടുക്കുക. ഇതുപോലെ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറു തീയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി മറു സൈഡ് നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് സോസ് റെഡിയാക്കാനായിട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച മൈദ ചേർത്ത് കൊടുക്കാം. മൈദയുടെ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ചെറു തീയിൽ വേണം ചെയ്തെടുക്കാൻ. മൈദയുടെ പച്ചക്കുത്തൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഓവറായി തിക്കായി തോന്നിയാൽ നമുക്കിതിലേക്ക് പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ലൂസാക്കി എടുത്താലേ ഇത് ഒഴിക്കാൻ പാകത്തിന് കിട്ടുകയുള്ളൂ. ഞാനിതിലേക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമിന് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കേണ്ടതില്ല. പഞ്ചസാര നല്ലവണ്ണം മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബദാം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അതും ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ബ്രെഡ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കിയ സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് പുഡിങ്ങായി സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ പുഡിംഗ് ട്രേയിൽ ഫ്രൈ ചെയ്ത ബ്രെഡ് നിരത്തി അതിൻ്റെ മുകളിലായി നമുക്കിത്. അപ്പോൾ നമ്മുടെ കിടിലൻ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബായ്.